നമസ്കാരം. ആർഎസ്എസ് സംഘപരിവാർ BJP മാവിൽ നിന്ന് സാബു പറിച്ച മാങ്ങയുടെ മാമ്പഴത്തിന്റെ പേരാണ് 2020. സാബു BJP ഏജന്റ് ആണോ എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അയാൾ BJP ഏജന്റ് തന്നെയെന്ന് നമുക്കിനി ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് പറഞ്ഞത് വേറെ ആരുമല്ല, ആ പാർട്ടി വിട്ട ജില്ലാ കോർഡിനേറ്റർ അസ്ലഫ് പാറേക്കാടനാണ്. എന്തായാലും സാബുവിന്റെ അജണ്ട നാട്ടിൽ മുഴുവൻ പാട്ടാകുമ്പോൾ എന്തൊക്കെയാണ് 2020യിൽ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. 2020 രാഷ്ട്രീയം വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇയാളുടെ രാഷ്ട്രീയം അത് BJPയെ കേരളത്തിൽ വളർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണെന്നാണ്. BJPയിലേക്ക് വരൂ, BJPയിൽ അണിചേരൂ എന്ന് പറഞ്ഞാൽ ആരും വന്ന് ചേരില്ല എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് BJP കേരളത്തിൽ അവതരിപ്പിച്ച പുതിയ പ്രൊഡക്റ്റിന്റെ പേരാണ് 2020. ഈ 2020 BJPയുമായി അടുത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണെന്നും ഈ 2020യുടെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണെന്നും തുടക്കം ഞാൻ പറയാനിടയ സാഹചര്യം വേറൊന്നുമല്ല. ഈ 2020 എന്ന് പറയുന്ന പാർട്ടി സാബു തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്: രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണ്, അതുകൊണ്ട് രാഷ്ട്രീയക്കാരുമായി ഞാൻ കൈകോർക്കില്ല എന്ന്. എന്നിട്ട് ഇയാളുടെ 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ആരൊക്കെയാണ്? നിതിൻ ഗഡ്കരി, കുമ്മനം രാജശേഖരൻ, പിന്നെ കേരളത്തിലെ BJP നേതാക്കളൊക്കെ ആയിരുന്നു. അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഇത് തന്നെയാണ് 2020 ഗ്യാങ് എന്ന്. 2020 എന്ന് പറയുന്ന പാർട്ടി BJP നേതാക്കളെ കൊണ്ടുവന്ന്, കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് അവരുടെ സ്റ്റാലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതായത് ആ പാർട്ടിയുടെ സ്റ്റാലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? പിന്നീട് ഞാൻ ഇയാളെ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് സാബുവും ചേർന്ന് നിരന്തരം അഡ്വക്കേറ്റ് PV ശ്രീനിധനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, P രാജീവിനെ ആക്രമിക്കുന്നു, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കുന്നു, ഇടതുപക്ഷത്തെ മാത്രം, കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ആക്രമിക്കുന്ന ഒരു ശൈലി കണ്ടുവന്നു. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് അതിനുള്ള മറുപടി കിട്ടിയത്. അതായത് കോൺഗ്രസ്സുകാരെ ആരെയും സാബുവും ജേക്കബ് ആക്രമിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ആക്രമിക്കുന്നു. അപ്പോഴാണ് അതിനുള്ള ഉത്തരം കിട്ടിയത്. മനുസ്മൃതിയിൽ എന്താണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിച്ചാൽ മാത്രമാണ് സംഘപരിവാറിനും RSSനും BJPക്കും സന്തോഷമാവുകയുള്ളൂ. അതുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന സമയത്ത് അതിവിടെ നടത്താൻ കഴിയില്ല എന്നും അതിവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അത് നടപ്പിലാക്കില്ല എന്നും ഒക്കെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിന്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പിണറായി വിജയൻ ഒരു തലവേദനയാണ്. പല രീതിയിലും പൂട്ടാൻ ശ്രമം നടത്തി കേന്ദ്ര സർക്കാർ. പക്ഷേ പിണറായി വിജയനെ പൂട്ടാൻ കഴിയുന്നില്ല. കാരണം മടിയിൽ കനമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഒരു രീതിയിലും പൂട്ടാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാബുവും ജേക്കബ് കേന്ദ്ര സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ പല രീതിയിലുള്ള പല കുപ്രചരണങ്ങളുമായി രംഗത്തേക്ക് വന്നത്. എന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, ഞാനതിപ്പോ പൊട്ടിക്കും, പിണറായി വിജയനെതിരെ എന്റെ ചില സംഭവങ്ങളുണ്ട്, മകൾക്കെതിരെ ചില സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ നിരന്തരം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ആക്രമിച്ചുകൊണ്ട് BJPയെ സന്തോഷിപ്പിക്കുന്ന ഒരു നിലപാടാണ് സാബു അതുവരെ സ്വീകരിച്ചു വന്നത്. ഇതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ ഒരു MLA ആയിരുന്നു. ഒരക്ഷരം അയാൾക്കെതിരെ വേണ്ടി നമ്മൾ കേട്ടിട്ടില്ല. എന്തിന്? സതീശനെതിരെ പോലും ഒരു അക്ഷരം വേണ്ടി നമ്മൾ കേട്ടിട്ടില്ല. 24 മണിക്കൂറും പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ സർക്കാരിനെതിരെയാണ് സാബു സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ പാർട്ടി വിട്ടിറങ്ങിയ അവരുടെ ജില്ലാ കോർഡിനേറ്റർ പറയുന്നു സാബുവും ജേക്കബിന്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണെന്ന്. BJP നേതാക്കളുമായി ചർച്ച നടത്തിയതായിട്ട് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ BJPയുമായി നല്ല ചെങ്ങാത്തം പുലർത്തുന്നതായിട്ട് പറയുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. കാരണം BJP നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ BJP നടത്താൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയത്തിലും സാബുവും ജേക്കബ് BJPക്കെതിരെ സംസാരിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാരിന്റെ സംസാരിച്ചിട്ടില്ല. അത് പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും, കർഷക ബില്ലിലാണെങ്കിലും, വഖഫ് വിഷയത്തിലാണെങ്കിലും, അങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും, എന്തിന് പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ പോലും സാബുവും ജേക്കബ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിരുന്നു, ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കുക എന്നുള്ളതാണ്, അല്ലാതെ BJP ആക്രമിക്കുക അല്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും BJP വിമർശിച്ച് നമ്മൾ കണ്ടിട്ടില്ല. മറിച്ച് ഇയാൾ 24 മണിക്കൂറും വിമർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ്. എന്തായാലും സാബുവും ജേക്കബിന്റെ ഈ യഥാർത്ഥ അജണ്ടയും സാബുവും ജേക്കബിന്റെ ഉള്ളിലെ യഥാർത്ഥ രാഷ്ട്രീയവും പുറത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് 2020 പ്രവർത്തകർ ഇതിനെ നോക്കിക്കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പാർട്ടി വിട്ടിരിക്കുന്നു. ഇപ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്ന ആരാണ്? പിടിച്ചു നിർത്തുന്നത് വേറെ ആരുമല്ല, കാസയും ഈ പറയുന്ന കുറെ സംഘികളും കൃസംഘികളുമാണ് ഇപ്പോൾ അയാളെ പിടിച്ചു നിർത്തുന്നത്. മാത്രവുമല്ല, ഒരു PR വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാങ്ങിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി അസ്ലഫ് പാറക്കാരൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. ആരെയാണ്? UPയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളെയാണ്. അവരിറക്കുന്ന പോസ്റ്ററാണ് കേട്ടോ രസകരം. ഒരു പോസ്റ്റർ ഞാൻ കഴിഞ്ഞ ദിവസം കാണുന്ന സാഹചര്യം ഉണ്ടായി. അതായത് കുട്ടി കണ്ണാടിയിൽ നോക്കുന്നു. ആ കണ്ണാടിയിൽ ആ കുട്ടി കാണുന്നത് എന്താണ്?
തലയിൽ ചുമട് പിടിച്ചിരിക്കുന്ന കുട്ടി കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയായിട്ട് അതിൽ കാണുകയാണ്. ഇതൊക്കെ UP-യിൽ ഇറക്കുന്ന യോഗി ആദിത്യനാഥിന് വേണ്ടി ഇറക്കുന്ന പോസ്റ്ററുകളാണ്. ഇന്ന് കേരളത്തിൽ സ്കൂളിൽ പോകാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടോ? ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ, അതായത് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്ക് വരെ വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി, പള്ളിക്കൂടത്തിൽ വിടുന്നതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ട്. അവിടെയാണ് ഇങ്ങനെ ചില പോസ്റ്റുകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ സാബുവും ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി BJP-യുടെ ഒരു വലിയ IT സെല്ല് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. UP-യിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കുന്നു, സത്യം വിളിച്ചു പറയുന്ന ആളുകളെ സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ BJP ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ്. നിരന്തരം ഇപ്പൊ അധിക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ അഡ്വക്കേറ്റ് PV ശ്രീനിധൻ MLA-ക്കെതിരെ പല രീതിയിലുള്ള വളരെ മോശമായിട്ടുണ്ട്. ഞാൻ അതിവിടെ പറയുന്നില്ല, കാരണം ഞാൻ അത്ര ആഭാസനല്ല. അതുകൊണ്ട് സാബുവിന്റെ രീതിയിൽ തന്നെ എനിക്ക് പ്രതികരിക്കാൻ അറിയില്ല, കാരണം അത്ര സംസ്കാര ശൂന്യനല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര താഴെത്തട്ടിലേക്ക് പോകാനും കഴിയില്ലാത്തതുകൊണ്ട് പറയുന്നു. ഇന്നലെ വളരെ മോശമായിട്ടൊരു പ്രതികരണം, ഒരു പ്രസംഗം സാബു നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് സാബു നടത്തുന്നതെന്ന് ചോദിച്ചാൽ, കാരണം സാബുവിന്റെ അജണ്ട ജനം മനസ്സിലാക്കിയിരിക്കുന്നു, സംഘപരിവാർ BJP ബന്ധം ജനം മനസ്സിലാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിടാൻ വേണ്ടി സാബുവും ജേക്കബും ചില ആഭാസത്തരം പറഞ്ഞുകൊണ്ട്, ചില തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ട്, ചില രീതിയിലുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എത്രയൊക്കെ രീതിയിലുള്ള നിങ്ങൾ ശ്രമം നടത്തിയാലും ആ മാമ്പഴത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അസ്ലഫ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. ഇത് പതുക്കെ ഈ വണ്ടി ഉരുട്ടി ഇത് കൊണ്ടുപോയി പുള്ളി BJP കൊണ്ടേ കയറ്റും. ഇത് പുള്ളിയെ തോപ്പിക്കാൻ വേണ്ടി പറയണല്ല, അല്ലെങ്കിൽ പുള്ളിക്കെതിരെ ഒരു എതിർവാദം പറയണല്ല. പുള്ളിയുടെ ഉദ്ദേശം അതാണ്. പുള്ളിക്ക് കേരള മുഖ്യമന്ത്രി ആവണം, കേരളത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവാവണം. അതിന് പുള്ളി നോക്കുമ്പോൾ BJP. അത് മാത്രമല്ല, പുള്ളിക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, പുള്ളി ഇപ്പൊ കഴിഞ്ഞ കോലഞ്ചേരി പ്രസംഗത്തിൽ പുള്ളി ആർക്കെതിരെ ഒന്നും പറഞ്ഞില്ല. അറിയാതെ പുള്ളിക്ക് ഒരു ടങ് സ്ലിപ്പ് എന്നൊക്കെ പറയില്ലേ, നാക്കുളുക്ക്. അതുപോലെ നമ്മൾ കേട്ടത് സുരേഷ് ഗോപിക്കെതിരെ വർത്താനം പറഞ്ഞു പോയി. സുരേഷ് ഗോപി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പുള്ളിക്കെതിരെ. പുള്ളിയെക്കാളും വലിയൊരാളാണ് സുരേഷ് ഗോപി, പുള്ളിനേക്കാളും കൂടുതൽ ഈഗോ ഉള്ള ഒരാളാണ് സുരേഷ് ഗോപി. അതല്ലാതെ BJP എന്നുള്ള മൂന്നക്ഷരമോ NDA അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഒന്നും തന്നെ എവിടെയും പറയുന്നില്ല. ഞാൻ ആ പ്രസംഗം മൊത്തം ഓൺലൈനിൽ മൊത്തം കേട്ടതല്ല, ഇവ ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല. അതായത് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പുള്ളി 60 പഞ്ചായത്തുകൾ മത്സരിക്കുന്നു പറയുന്നത്, അത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാൻ പാടില്ല. 60 മത്സരിക്കുന്നല്ലോ, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ പഞ്ചായത്തുകൾ ഒരു 30 പഞ്ചായത്തിൽ മാക്സിമം അതേ പറ്റുള്ളൂ. കൊച്ചിൻ കോർപ്പറേഷൻ പുള്ളി പിടിക്കുന്നു പറയുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ അതും പകുതി. ആലുവ മുനിസിപ്പാലിറ്റി 26 സീറ്റിൽ മത്സരിക്കും. മുനിസിപ്പൽ ഇലക്ഷനിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതാണെന്ന് പറഞ്ഞു. ആലുവ മുനിസിപ്പാലിറ്റി ഒന്നും മത്സരിക്കാനും പോകണമെന്നില്ല. അവിടെ ആളുമില്ല. ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരാണ്, അവരെല്ലാം പിന്മാറി. ഇനിയിപ്പോ പുള്ളി വല്ല പണമൊക്കെ കൊടുത്ത് 1-2 പേര് നിർത്തും. അല്ലാണ്ടൊന്നും ആ മുനിസിപ്പാലിറ്റിയിൽ ഒന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വോട്ട് ഷെയറിനെ പറ്റി പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് നിയമസഭയിൽ മത്സരിച്ച സ്ഥലങ്ങളിൽ 15% വോട്ട് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളി പറയുന്നത് 11% വോട്ട് ഷെയർ ഉണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ പുള്ളി മത്സരിക്കുന്നത് പുള്ളിയുടെ വോട്ട് ഷെയർ കൂട്ടാനാണ്. വോട്ട് ഷെയർ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പുള്ളിക്ക് മുന്നണി പ്രവേശനം സാധ്യമാവും. അതായത് BJP-യിലേക്ക് ചെല്ലുമ്പോൾ ഇത്ര വോട്ട് ഷെയർ ആയിട്ടാണ് ചെല്ലുന്നത്. ഈ ഒരു ബൾക്ക് വോട്ട് ഷെയർ ആയിട്ട് ചെന്നാലാണ് പുള്ളിക്ക് ജയസാധ്യതയുള്ള, BJP-ക്ക് ജയസാധ്യതയുള്ള, അല്ലെങ്കിൽ 2020 BJP സഖ്യത്തിന് ജയസാധ്യതയുള്ള സീറ്റുകളൊക്കെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ വോട്ട് ഷെയർ കൂടി കോൺഗ്രസിനോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി പറയുന്നത് നമ്മുടെ വോട്ട് ഷെയർ കൂട്ടണം, നമ്മൾക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കൂട്ടണം. അതായത് ചുരുക്കി പറഞ്ഞാൽ പുള്ളി രാഷ്ട്രീയക്കാരെയൊക്കെ കുറ്റം പറയുള്ളൂ. പുള്ളി പക്ക ഒരു എന്താ പറയുക ചീപ്പ് പൊളിറ്റിക്സിന്റെ ആളാണ് പുള്ളി. അതാണ്